ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ സച്ചി കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതിക്ക് ആകട്ടെ സന്തോഷമാകുന്നുണ്ട്. അതിലുപരി സച്ചി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നുള്ള ടെൻഷനിലാണ്. ആ ഒരു ടെൻഷനിൽ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും വളരെ സന്തോഷമായി, ഞാൻ എന്തായാലും ഒന്ന് കടക്കട്ടെ, രാവിലെ മുതലുള്ള ടെൻഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, അല്ലേ ഈ ഒരു സമയത്ത് എല്ലാവരും തുള്ളിച്ചാണ്ട് ഈ ശ്രുതി അടുത്ത് എന്താ എങ്ങനെയെന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയെങ്കിലും ആവട്ടെ, പക്ഷെ എൻ്റെ മോനെ തിരിച്ചിട്ടില്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് നമ്മുടെ അച്ഛമ്മ പറയുകയാണ്. എന്നിരുന്നാലും ശ്രീകാന്ത് പക്ഷേയും പറയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്, എന്തായാലും ഇത് കണ്ടെത്തണമെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും സച്ചേട്ടൻ വരാറായില്ല, സച്ചേട്ടൻ വരുമ്പോൾ എല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് രേവതി മറുപടി പറയുകയാണ്. ഇതേ നേരം തന്നെ മുകളിലത്തെ നിലയിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി ആനനെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ ഇനി തിരയേണ്ട ആവശ്യമില്ല, സച്ചി ശ്രുതിയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ്, നിങ്ങൾ തിരച്ചിൽ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെയാണ് കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്തതിന് ശേഷം ശ്രുതി ഇങ്ങനെ ടെൻഷൻ ചിന്തിക്കണം, ഈശ്വര ശ്രുതി എല്ലാ കാര്യങ്ങളും സച്ചിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ശ്രുതി അല്ലെങ്കിൽ നീലിമ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് ഇരുന്നത്. വർഷ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, ശ്രുതിയടുത്തേക്ക് എന്തൊരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല, ശ്രുതിയടുത്തേക്ക് എൻ്റെ ഒരു ടെൻഷനുണ്ട്, ശ്രുതിയെണ്ണ കണ്ടെത്തി എന്ന് പറയുന്നത് സന്തോഷം, ശ്രുതിയടുത്തേക്ക് മുതൽ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് തോന്നലാണ്, അല്ലെങ്കിൽ നീ എന്തിന് എൻ്റെ പിന്നാലെ നടന്ന ഓരോരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വർഷയോട് ദേഷ്യപ്പെട്ടാണ് ശ്രുതി അവിടുന്ന് പോകുന്നത്. ഇതേ നേരം തന്നെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്ന, ശ്രുതി ആണെങ്കിൽ അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുകയാണ്. കാരണം അകത്തേക്ക് കയറിച്ചിരുന്ന സച്ചി എല്ലാ സത്യങ്ങളും തുറന്നു പറയും, സച്ചി എല്ലാം പറഞ്ഞിട്ടാണ് തന്നെ രക്ഷിക്കാൻ വന്നത് എന്നൊരു തെറ്റിദ്ധാരണ ശ്രുതിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. ശ്രുതി ഉടനെ തന്നെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് വീട്ടിൽ പോകണം, നമുക്കിന്ന് റൂം എടുത്ത് എവിടെ താമസിക്കാമെന്ന്, നിന്റെ വടയും കൂടി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ശ്രുതി പറയുന്ന നേരത്ത് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ, നിന്നെ അന്വേഷിച്ച വീട്ടിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നു, അവർ നിനക്ക് വേണ്ടിയിട്ട് അവിടെ നീ നോക്കിയിരിക്കുകയാണ്, വാട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ശ്രുതിയെ കാണുന്ന നേരത്ത് അച്ഛമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവുന്ന ഓടി ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവി. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് ഓടി വരികയുണ്ട് ശ്രുതിക്ക് ശ്രുതിയെ കാണുന്ന നേരത്ത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി എന്ന് വിളിക്കുന്ന നേരത്ത് ശ്രുതി ഓടി ചെന്ന് ശ്രുതിയെയും കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന നേരത്ത് ശ്രുതി ഒന്ന് പറയാനായിട്ട് മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ സത്യവുമെന്ന് പറയുമ്പോഴത്തേക്കും ഇരുവരും, അതായത് ശ്രുതിയും മുഖത്തോടും മുഖം നോക്കാണ്ട്, കാരണം എല്ലാ സത്യങ്ങളും സച്ചി മനസ്സിലാക്കിയിരിക്കുകയാണ്, ഇനി തനിക്ക് തകർച്ചയുടെ ആരംഭമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മടിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, ശ്രുതി ആകെ ടയേർഡാണ്, ഞാൻ ശ്രുതിയും കൂടെ ഒന്ന് റൂമിൽ ശ്രുതി ഒന്ന് റൂമിൽ പോയി കുറച്ചു നേരം കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി റൂമിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എവിടെ കൂട്ടിക്കൊണ്ട് അവനെവിടെ ഇരിക്കട്ടെ, ഇവൻ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിർബന്ധിച്ചിരുത്തുകയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രവി ചോദിക്കുന്നത്, എന്താ അവിടെ സംഭവിച്ചത്, ആരാ അവിടെ വന്ന് ഇവർ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുന്ന നേരത്ത് ഒരു 50 ലക്ഷം രൂപയുടെ കടമായിരുന്നു നേരത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം എടുത്ത് പറയണം, സച്ചി മതി, അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുത്ത് വീട്ടിക്കോളാം, ഇതിപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ നിന്നും കൊണ്ട് തീർന്നില്ലേ എന്നൊക്കെ പറയുന്ന നേരത്ത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ടല്ലോ, അച്ഛൻ്റെ പണവും ഈ ഒരു 50 ലക്ഷം രൂപയും തമ്മിൽ എന്താ കൂട്ടിയോജിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരത്താണ് ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത് സച്ചി യാതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. എന്നിരുന്നാലും സച്ചിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളൊരു ആകാംക്ഷയോട് കൂടി തന്നെ കേട്ടിരിക്കാട്ട് ഇരുവരും. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, ഈ ഒരു പണവും അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപയും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവാൻ, ആരെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയെന്ന് അറിയില്ല എന്നൊക്കെ ശ്രുതി പറയാൻ നേരത്തെ ഇതിന് പിന്നിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് നന്നായിട്ട് തന്നെ അറിയാം, അച്ഛനറിയാം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ പോലെ തന്നെ ഇവൻ മറ്റൊരു ലേഡിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കടമായി മേടിച്ചിട്ടുണ്ട്, അവരാണ് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും വളരെ അതിശയത്തോടെ തന്നെ ശ്രുതിയെ നോക്കാണ്ട്. എന്നാൽ ശ്രുതിയാകട്ടെ സച്ചി ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി തൻ്റെ കയ്യിൽ നിന്ന് മെനക്കെട്ടുന്നൊരു കഥ അങ്ങ് പറയാണ്. ശ്രുതി പറയുകയാണ്, ഞാൻ കടം മേടിച്ചത് തൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടായ അനുപമയുടെ കയ്യിൽ നിന്നായിരുന്നു, അവൾ ഭയങ്കര ഫ്രോഡായിരുന്നു, അവൾ എല്ലാവിധ ബോണ്ടും പേപ്പറും എല്ലാം കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം എനിക്ക് 50 ലക്ഷം രൂപ തന്നില്ല, എന്നിട്ട് ഇപ്പോൾ ആ ഒരു ബോണ്ട് പേപ്പറും വെച്ചുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, അവൾക്ക് എത്രയും വേണം 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വിശ്വസിക്കാവുന്ന സച്ചി ചോദിക്കുന്നുണ്ട്. അത് ഇത് തന്നെയാണ് സത്യമെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും സച്ചി ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് അച്ഛമ്മ പറയുന്നത്, ഇതുപോലെയുള്ള ഫ്രോഡുകൾ പണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ജയിലിൽ അടയ്ക്കേണ്ടതാണ്, അവർക്കെതിരെ വേഗം തന്നെ കേസ് കൊടുക്കണം എന്നൊക്കെ അച്ഛമ്മ പറയുന്ന സമയത്ത് എന്തായാലും ഇതിന് അവസാനിച്ചല്ലോ, ഇതിൻ്റെ പിന്നാലെ ആരും പോകേണ്ടയില്ല എന്ന് ശ്രുതി മറുപടി പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ പെരുമാറ്റവും ശ്രുതിയുടെ പേടിയും എല്ലാം തന്നെ നമ്മുടെ സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ ഇവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സച്ചി അവിടെ ഉണ്ടായ സംഭവങ്ങൾ, അതായത് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയ സമയത്ത് താനെങ്ങനെ ശ്രുതിയെ കണ്ടുപിടിച്ചുവെന്നും ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ സമയത്ത്
അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വിശദമായി പറയുമ്പോഴത്തേക്ക് അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, മോനെ സച്ചി, അച്ചമ്മയ്ക്ക് നിന്നെപ്പറ്റി ഓർത്തിട്ട് അഭിമാനമാകുന്നുണ്ട്. എടാ രവി, നിന്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടാവണമായിരുന്നു. അവൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന മകന്റെ സ്വഭാവവും ഞാൻ വളർത്തിയ മകന്റെ സ്വഭാവവും തമ്മിൽ കൃത്യമായിട്ട് തന്നെ ഈ ഒരു നിമിഷം മനസ്സിലായേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രയെപ്പറ്റി പറയുന്നുണ്ട് അച്ചമ്മ. കൂട്ടത്തിൽ തന്നെ സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് അച്ചമ്മയ്ക്ക് അഭിമാനമുണ്ട് മോനെ നിന്നെപ്പറ്റി ഓർത്തിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ പെരുമാറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രവിയും വന്നിട്ട് സച്ചിയുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ നിന്നെപ്പറ്റി ഓർത്തിട്ട് അച്ഛന് അഭിമാനമാവുന്നുണ്ട്. നീയാണ് നിന്റെ ഏട്ടൻ രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി എന്ന് പറ അച്ഛനെന്ന് എങ്ങനെയൊക്കെ പറയുന്നത്, ഇവനെൻ്റെ ഏട്ടനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. ശ്രുതി തീരെ ഇഷ്ടപ്പെടാത്ത രീതിക്ക് നിൽക്കുന്ന കാണുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് ഇവനോടൊന്നും നന്ദിയൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ചെയ്ത് വലിയ കാര്യം തന്നെയാണ്. ഒരു മടിയോട് കൂടി തന്നെ ശ്രുതി പറയാണ് കേട്ടോ. ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, എനിക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഞാൻ അവളുടെ ഭർത്താവിനല്ല എൻ്റെ ഏട്ടനെയാണ് രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സ്നേഹത്തോടുകൂടി തന്നെ ശ്രുതി സച്ചിയെ നോക്കുവാണ്. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ ഞാൻ സുധീനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്, സുധി ആകെ ടയേർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ കൂട്ടിക്കൊണ്ട് സുധി റൂമിലേക്കായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുധിയെ കണ്ടുപിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും അവരുടെ റൂമിലേക്കായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രേവതിയും സച്ചി റൂമിലേക്ക് പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവൻ പറയുന്ന ഒന്നും തന്നെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കും അതിൽ അത്ര വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല എന്ന് രേവതി പറയുന്നുണ്ട്. അവൻ പറയുന്നത് എന്തൊക്കെയോ ഒരു പൊരുത്തമില്ലായൊക്കെയുണ്ട്. എന്തായാലും ഒരുപാട് നാൾ സത്യം മറച്ചു വെച്ചോണ്ടിരിക്കാൻ പാടില്ല, ഒരു നാൾ സത്യം മറന്നേക്ക് പുറത്ത് വരുമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും ശ്രുതിയും പറയുന്നത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കുകയും മാത്രമല്ല ഇതിനുള്ളിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളൊരു സത്യാവസ്ഥയും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.